ഒരു നല്ല പടം എല്ലാവരും നാലും നല്ല ആർട്ടിസ്റ്റല്ലേ, എന്ത് പറയാനും ഒന്നും പറയാനില്ല. മഹേഷ് നാരായണനെ കൊണ്ട് എന്ത് നല്ല അടിപൊളി സംഭവം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു ഇംഗ്ലീഷ് മോഡൽ സാധനമാണ്, ഹോളിവുഡ് സംഭവമായിട്ടാണ് കാണുന്നത്. ഓരോരുത്തരുടെ അഭിപ്രായമല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രായമുള്ളവരാരും പറയാൻ പറ്റില്ല, മൊബൈൽ യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവാൻ പറ്റും. കേട്ടില്ല, അത് ഞാൻ പറയുന്നില്ല. എല്ലാവരും ഒന്നും തന്നെ സെയിം, എല്ലാവർക്കും അത്രേ ഉള്ളൂ. അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് ലാലേട്ടൻ മമ്മൂക്കോട് ഒരുമിച്ച് വന്നപ്പോ? സെക്കൻഡ് ഹാഫിലാണ് കൂടുതലുള്ള പറഞ്ഞ. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം പ്ലെയിനാണ്. സെക്കൻഡ് ഹാഫിൽ പിന്നെയും കണ്ടന്റ് ആ ചേസിയിലൊക്കെ വരും പറഞ്ഞ പോലെ തന്നെ ഹൈപ്പുള്ളതായിരുന്നു. നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് കാണാനുണ്ട്. മഹേഷ്കാരം പൊളിച്ച് എനിക്ക് അതേ ഉള്ളൂ പറയാം. ബേസിക്കലി മമ്മൂക്ക പടമാണ്, പുള്ളിക്കാരാണ് ഒരുപാട് പടത്തിലുള്ള മൊത്തത്തിലൊരു കണ്ടന്റ് ഓറിയന്റഡ് പടമാണ്. കണ്ടന്റ് ഓറിയന്റഡ് ആണ്, മാസ് മസാല ഫാൻ ബോയ് ആയിട്ട് വല്ല മോശം കണ്ടന്റ് ആണ് പേ ചെയ്യുന്നത്. ഇൻട്രോസ് ആണെങ്കിൽ സിമ്പിൾ ഇൻട്രോസ് ആണ്, അല്ല സിമ്പിൾ ഇൻട്രോസ് ആണ്. അപ്പൊ ഒരു മാസ് മസാല പ്രതീക്ഷിച്ച് വന്നാൽ നിരാശയായിരിക്കും. കുറച്ച് എന്നാലും നല്ല പടം തന്നെ ഞാൻ പറയും. വൺ ടൈം 2 പ്രാവശ്യമൊക്കെ കാണാൻ പറ്റിയ പടം. അത്രയ്ക്കുണ്ട്. ഡയറക്ഷനൊക്കെ എങ്ങനെയുണ്ട് മഹേഷ് നാരായണന്റെ? ഞാൻ മഹേഷ് നാരായണനെ പണ്ട് വിട്ട് കണ്ടുവരുന്നതാണ്. ബാലിക്കും അതേ സെയിം സ്റ്റൈൽ തന്നെയാണ്. അപ്പൊ സുഷിന്റെ ഒരു കംബാക്ക് എന്ന് പറയാൻ പറ്റുമോ? സുഷിന്റെ കംബാക്ക് അഭിപ്രായത്തിൽ ഫസ്റ്റ് ഹാഫ് സുഷൻ അത്ര പെർഫോം ചെയ്തില്ല. സെക്കൻഡ് ഹാഫിൽ സുഷൻ നല്ലപോലെ കളിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫാണ് പടത്തിന്റെ മെയിൻ മൊത്തം കിടക്കുന്നത്. ലാലേട്ടനും മമ്മൂക്കും കൂടെ ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ വന്നപ്പോ എങ്ങനെയുണ്ട്? അപ്പൊ അതൊക്കെ തിയേറ്ററിൽ കാണാൻ ലാലേട്ടൻ മമ്മൂക്ക നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അവർ തമ്മിലുള്ള ഒരു മാസമാണ്. അവിടെ കെമിസ്ട്രി കാണിച്ചത്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കെമിസ്ട്രി കാണിച്ചത് അവരുടെ കെമിസ്ട്രി ഒക്കെ വർക്കൗട്ട് ആയിരുന്നു. എങ്ങനെയുണ്ട്? കുഞ്ചാക്കോലും കൊടുക്കുന്നുണ്ട്. അപ്പൊ സ്റ്റോറി വൈസ് കണ്ടന്റ് കൊണ്ട് പടം മുമ്പിൽ നല്ലതായി ചെയ്തിട്ടുണ്ട്. വൺ ടൈം വാച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബേസിക്കലി റൺ ടൈം എനിക്ക് എവിടെ നല്ല 3.5 മണിക്കൂറുണ്ട്. അത് ഈസിലി 2:45 പറഞ്ഞായിരുന്നു. വൺ ടൈം വാച്ചായിട്ട് കണ്ടിരിക്കാൻ മാത്രമേ തോന്നുന്നു. ആ ഒരു പഴയ മഹേഷ് നാരായണ സ്റ്റൈൽ തന്നെയാണോ അതോ? അതേ സ്റ്റൈൽ തന്നെയാണ് ഈ പടം. അപ്പൊ ഒരു ഫാൻ ബോയ്സിനൊക്കെ ആഘോഷിക്കാറുണ്ട്. അപ്പൊ ഒരു പക്ക തിയേറ്റർ വെച്ച് തന്നെയാണോ പടം? ഞാൻ ഫാൻ ഷോയ്ക്ക് എപ്പോഴും ബോംബെന്ന് വരുന്നത്. അപ്പോ ഈ ഫാൻ ഷോയ്ക്ക് ഇപ്പം 18 വർഷം കഴിഞ്ഞ മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്നു പറഞ്ഞിട്ട്, അപ്പൊ ഇവിടെ കാണിച്ച ആ ടൈറ്റിൽ കാർഡും ആ ദൃശ്യത്തിന്റെ ആ ഒരു ട്രെയിലറൊക്കെ വരുമ്പം, അതായത് മമ്മൂട്ടി മോഹൻലാലിന്റെ ടൈറ്റിൽ കാർഡ് ഫാൻസ്കാർ ഉണ്ടാക്കിയ പ്ലസ് ദൃശ്യത്തിന്റെ ട്രെയിലർ, അതിലൊക്കെ അതിന് തന്നെ കൊടുക്കണം കാശ്. ഓക്കെ, സോ അപ്പൊ ഞാൻ എടുത്തതിന്റെ എഫേർട്സ് ഒക്കെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നു. മൂവി എനിക്ക് ആ ഒരു എന്താണ് പറയണേ, കുറച്ചൊരു വേട്ടൻ പോലെ തോന്നി. ഫഹദിന്റെ ക്യാരക്ടർ അതിനകത്ത് റാണ ഡൊക്കുപെട്ടി ചെയ്ത ക്യാരക്ടർ പോലെ തോന്നി. അതായത് കോർപ്പറേറ്റ് വേൾഡിന്റെ എല്ലാ ഇൻജസ്റ്റിസ് അതിൻ്റെ നിൽക്കുന്ന മമ്മൂട്ടി. അപ്പോൾ ഓവറോൾ ഭയങ്കര ഒരു ഐ കണ്ടു. അതായത് സാധാരണക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് കുറച്ച് മുമ്പ് ഇങ്ങനെ കണ്ടിരിക്കണം. പിന്നെ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴാണ് ലാലേട്ടൻ വരുന്നത്. കൂടുതൽ സ്പോയിലർ തരുന്നില്ല, പക്ഷേ പുള്ളിയുടെ ഒരു എൻഡൊക്കെ ഒന്നും സാറ്റിസ്ഫാക്ഷൻ തരാത്ത പോലെ. ബാക്കി മൂവി ഒക്കെ അത് കുറെ ഫ്ലോസ് ഉണ്ട്, പക്ഷെ വൺ ടൈം വാച്ചാണ്. അല്ലല്ല, തൃപ്തി കിട്ടി. കാരണം ടൈറ്റിൽ കാർഡ് ഒന്നും നല്ലായിരുന്നു. മമ്മൂട്ടി മോഹൻലാലിന്റെ അതായത് ഫാൻസ് കാർഡ് ഉണ്ടാക്കി അതും, പിന്നെ ദൃശ്യത്തിന്റെ ട്രെയിലർ ടീസർ. പിന്നെ ഈ പടത്തിൽ ഫൈറ്റ് എല്ലാം നമ്മുടെ ലാലേട്ടൻ എടുത്തിട്ടുണ്ട്, ഷോൾഡറിൽ എടുത്തിട്ടുണ്ട്. ഫൈറ്റ് എല്ലാം പുള്ളിയാണ് ചെയ്തേക്കുന്നത്. പിന്നെ മമ്മൂക്കയെ കാണാൻ കിടുവാണ്. പിന്നെ പക്ഷെ ഉണ്ടല്ലോ ഒരു സ്ക്രിപ്റ്റിലൊരു എന്തോ ഒരു പോരായ്മ പോലെ അത്ര, അതായത് നമ്മുടെ പടത്തിനുള്ളിലേക്ക് ഇൻവോൾവ് ആവാൻ പറ്റാത്ത പോലെ. അവർ അത്യാവശ്യം നല്ല പ്രമോഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് മോഹൻലാൽ ഇവിടെ വരുന്നതും മമ്മൂട്ടി അവിടെ വേറെ തിയേറ്ററിൽ പോയി എല്ലാ ട്രെയിലർ റിലീസൊക്കെ ആകുന്ന അത്യാവശ്യം എല്ലാ രീതിയിലും നല്ലപോലെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓപ്പണിംഗ് കിട്ടും. പക്ഷെ നമുക്കൊരു
പണ്ട് 2020 ഒക്കെ കണ്ടതല്ലേ തിയേറ്ററിൽ? 2020 ഫീൽ കിട്ടുന്നില്ല, നരസിംഹത്തിന്റെ ഫീൽ കിട്ടുന്നില്ല. ആ ഒരു അതൊക്കെ കാലം വേറെയായിരുന്നു, പക്ഷെ ആ ഒരു ഫീല് കിട്ടുന്നില്ല നമുക്ക്. പക്ഷെ ഇവർക്ക് കൊടുത്തെല്ലാം എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു വേറെ സബ്ജക്റ്റ് ഒക്കെ ആയിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നെന്ന് തോന്നി. നയൻതാര സെക്കൻഡ് ഹാഫിലേ ഉള്ളൂ. പുള്ളിക്കാരി വളരെ ചെറിയ റോളാണ്, പക്ഷെ ആ പുള്ളിക്കാരി അതുപോലെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് ഒരു ആൾക്കാർക്ക്, സാധാരണ ആൾക്കാർക്ക് കണക്ട് ചെയ്യാത്ത പോലത്തെ ഒരു സബ്ജക്റ്റ് ആയി പോയി. കുറെ അതായത് കോർപ്പറേറ്റ് ഓർഗനൈസേഷനും പിന്നെ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി ഓർഗനൈസേഷൻ അവർ തമ്മിലുള്ള ഒരു ഇതും അതൊക്കെ ഓക്കെ. അങ്ങനത്തെ ഒക്കെ പടമാണെന്നാലും നമ്മുടെ ദുരന്തറും, പക്ഷെ ദുരന്തർക്ക് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നു, അത് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നമായി പോയി. ബാക്കി ഞാൻ വന്ന് അടിച്ചു പൊളിച്ചു. ഫാൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. കവിത തിയേറ്ററിൽ ആ ഒരു ഫസ്റ്റ് 10 minutes എൻ്റെ പൈസ എനിക്ക് തിരിച്ചു കിട്ടി, അതിനെക്കാളും കൂടുതൽ കിട്ടി. പക്ഷെ പടം കുറച്ചുകൂടെ ജോറാവണമായിരുന്നു. ഇവരുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഒത്തിരി നല്ല, പക്ഷേ ഓക്കെ ഇനി